പക്രു ചേട്ടനോ? ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഹൈറ്റിൽ എന്താണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കും, ഹൈറ്റിലൊക്കെ എന്തിരിക്കും? നമുക്കൊരു അസുഖം വന്നാൽ തീരാവുന്നേ ഉള്ളൂ, ഈ ഹൈറ്റും വെയിറ്റും അല്ലെങ്കിൽ കളറും സൗന്ദര്യവും എല്ലാം. അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കാറില്ല. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഹെൽത്ത് നോക്കുന്നുണ്ട്, എൻ്റെ സൗന്ദര്യം സൂക്ഷിച്ച് നന്നായിട്ട് കൊണ്ടുപോകുന്നു. അത് ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് മാത്രം, പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം ഞാൻ കൊണ്ടുപോകുന്നു. അത്ര. എന്തൊക്കെയാ ചെയ്യുന്നത്? നന്നായിട്ട് 2 നേരം കുളിക്കും. കുളിക്കും. 2 നേരം ഒന്നും കുളിക്കത്തില്ല ചേച്ചി, ഉള്ള കാര്യം പറയല്ല. മുടി നമ്മൾ ഡെയിലി കുളിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുടി കൊഴിയുമെന്ന് ഞാൻ പഠിച്ചു. അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ, എനിക്ക് എന്നും കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ആഴ്ചയിൽ 3 ദിവസം ഞാൻ തല കഴുകുള്ളൂ. പിന്നെ ഷൂട്ടിനൊക്കെ പോയിട്ട് വരണമെങ്കിൽ ഞാൻ മസ്റ്റായിട്ട് കഴുകും. കാരണം നമ്മൾ സ്പ്രേയും നമ്മൾ അത്രയ്ക്ക് തലയിൽ കെമിക്കൽ പോകുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വാഷ് ചെയ്യും. രാവിലെയും വൈകിട്ടൊന്നും നോക്കാറില്ല. പിന്നെ വീട്ടിൽ നിൽക്കുന്ന ഒരു ആഴ്ച ഫുള്ളും വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം മാത്രമേ ഞാൻ തല കഴുകൂ. നന്നായിട്ട് ഹോട്ട് ഓയിൽ ചെയ്ത് സ്പാ കൊടുത്ത് അങ്ങനെ. സ്പാ ഇന്ന് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരാഴ്ചത്തേക്ക് തല കഴുകത്തില്ല. നല്ല സ്മെല്ലല്ലേ ആ സ്പായുടെ മണം. എൻ്റെ പൊന്നെ, ഭയങ്കര സ്മെല്ല്. നല്ലതാ. എനിക്കങ്ങനെ മുടി ഭയങ്കരമായിട്ട് വളർന്നായിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ മുടി കണ്ടില്ല. ഓ, ഇതാണ് മുടിയുടെ രഹസ്യം. അല്ല, എനിക്ക് ഡെയിലി കുളിച്ചപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ മുടി എന്നും കൊഴിയും. പ്രത്യേകിച്ച് ഞാൻ ഈ ട്രിവാൻഡ്രത്ത് വഴയില താമസിച്ചപ്പോൾ അവിടെ വെള്ളം ഇച്ചിരി മോശമല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി കിണറ്റിലെ വെള്ളവും പൈപ്പിൽ നിന്ന് പറഞ്ഞ വെള്ളത്തിലും വ്യത്യാസം എന്താണെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ ആഴ്ചയിൽ 3 ദിവസം തല കഴുകും, ദിവസം 2 നേരം മേല് കഴുകും. അങ്ങനെയൊക്കെ 3 നേരം കിട്ടണമെങ്കിൽ അങ്ങനെ. പിന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കും, നന്നായിട്ട് വെള്ളം കുടിക്കും. 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ഞാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അമ്മ കുടിപ്പിക്കും, അമ്മ ഉണ്ടെങ്കിൽ അമ്മ കുടിപ്പിക്കും, ചേച്ചി കുടിപ്പിക്കും. ഇവർ 2 പേരാണ്. എനിക്ക് 2 അമ്മമാരാണ് കേട്ടോ, ചേച്ചിയും. ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരിടത്ത്. അവളെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. 2 അമ്മമാരാണ്, അമ്മയും മാളും. മാളു എന്ന് പറയുമ്പോൾ എന്നെക്കാൾ 2 വയസ്സിന് മൂത്തതാണ്. അവളെനിക്ക് അമ്മയെ പോലെ. അവള് ശകാരിക്കുകയും ചെയ്യും, സ്നേഹിക്കുകയും ചെയ്യും. സ്നേഹിക്കാൻ അവൾക്ക് അങ്ങനെ അറിയില്ല. സ്നേഹം കാണിക്കണമെന്ന് അറിയാമോ? അത് ചെയ്യ്, ഇത് ചെയ്യ്, എടി അങ്ങനെ ചെയ്ത് കഴിക്കുക കൊച്ച്, ഇത് ചെയ്യ്, അങ്ങനെ എന്ന് പറഞ്ഞാൽ നല്ലത് പറഞ്ഞുതരും. മനസ്സിലായില്ല? അങ്ങനെ. അല്ലാതെ മക്കളെ മോളെ ഒന്നും എന്നെ വിളിക്കാറില്ല, ഉമ്മ പോലും തരാറില്ല എൻ്റെ ചേച്ചി എനിക്ക്. ഇതുവരെ എനിക്കൊരു ഉമ്മ വന്നിട്ടില്ല. പക്ഷേ എനിക്കറിയാം അവൾക്ക് എൻ്റെ ജീവനാണെന്ന്. എനിക്ക് എൻ്റെ പ്രാണനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കൂ. അല്ല, ശരിക്കും അമ്മ, ചേച്ചി, അച്ഛൻ, ചേച്ചിയുടെ ഹസ്ബൻഡ്, എനിക്ക് ഞാൻ പറഞ്ഞ ചേട്ടന്മാരില്ലാന്ന്. ചേട്ടൻ എനിക്ക് സ്വന്തം ചേട്ടനാ. ഇതുപോലൊരു ചേട്ടനെ ഒരിക്കലും ആർക്കും കിട്ടത്തില്ല. അത്ര നല്ല ചേട്ടനാണ് എൻ്റെ ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്. എന്നെ ഷൂട്ടിനും ഇനാഗുറേഷനും എല്ലായിടത്തും കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്. പുള്ളിയുടെ ജോലി പോലും കളഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. പാവമാണ്, ഭയങ്കര പാവമാണ്, നല്ല മനുഷ്യനാണ്. പിന്നെ ദേവൻ, ചേച്ചിയുടെ മോൻ. ഇവരാണ് എൻ്റെ ലോകം. ഇവർക്ക് വേണ്ടിയാണ് ഞാൻ. അനിക്കുട്ടി, ഇല്ല, ഇതിപ്പോ ശരിയാവും, ഇപ്പൊ ശരിയാവും, ഇപ്പൊ ശരിയാവും, ഇപ്പൊ ശരിയാവും. ഓക്കെയായി. ഞാൻ ഇങ്ങനെയാണ്. എന്തൊരു നല്ല കുട്ടിയത്, എന്തൊരു നല്ല മനസ്സത്. അനുവിന് വേണ്ടിട്ട് ഞാൻ പറയാം. അനുവിന്റെ ചേച്ചി അനുവിനെ ഇനി കാണുമ്പോ ഇതുപോലെ കെട്ടിപ്പിടിച്ച, ഞാൻ എവിടെ ഉമ്മ വേണ്ടേ, ഇവിടെ ഞാൻ എന്റെ ലിപ്സ്റ്റിക് വെച്ച് തരട്ടെ. ലിപ്സ്റ്റിക് ആവോ? ലിപ്സ്റ്റിക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ചേച്ചി ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും കേട്ടോ, തരും. അപ്പൊ എനിക്ക് താങ്ക്സ് തരണം. എനിക്ക് അപ്പൊ കാണുമ്പോ വിളിച്ചു പറഞ്ഞാ പോരെ, എനിക്കപ്പൊ 2 ഉമ്മ തരണം. ചേച്ചി തന്ന ഉമ്മ എനിക്ക് പറഞ്ഞ, എനിക്ക് അത് വേണം കേട്ടോ. എന്തും നല്ല സ്വീറ്റ് ആയിട്ടുള്ള കുട്ടിയാ. ഇതിനെ ആർക്കാ ഇഷ്ടമല്ലാതെ വരണ? ഇതിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോവാൻ ആർക്കും തോന്നില്ലേ? എന്റെ കൂടെ വരുന്നോ? എന്റെ കൂടെ എന്റെ വീട്ടിൽ കൊണ്ടുപോകായിരുന്നു ഞാൻ. ഇതിനെ ഇപ്പൊ എങ്ങനെ ആര്യ ആയിക്കോട്ടെ, പിന്നെ മുമ്പ് പറഞ്ഞ ആതിര. അയ്യോ, എന്റെ ലിപ്സ്റ്റിക് ഉണ്ടോ? കുഴപ്പമില്ല. ബ്ലഷ് ആയിട്ട് അവിടെ കിടന്നോളൂ, ചെന്നിട്ട് കുളിക്കാനുള്ളതാ. അല്ല, എങ്ങനെ ഇതിനെ ഇഷ്ടപ്പെടാതിരിക്കുന്നതെന്ന് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ? സ്റ്റാർ മാജിക്കിലൊക്കെ ചെയ്യുന്നതും ഇങ്ങനെ ഈ ഓടിച്ചാടി ബലം പിടിച്ച് പിടിപിടി നടക്കണതൊക്കെ ജെന്യുവൻ ആയിട്ടുള്ള അനുവാണ് അല്ലേ? ഇങ്ങോട്ടാ. എന്തൊരു സ്വീറ്റാ.
അനു ശരിക്കും അനുവിനെ കാണുമ്പോ അനു ഇതൊന്നും ഫേക്ക് അല്ല, അനുവിന്റെ ഒറിജിനൽ ആണ് അനു ചെയ്യുന്നതും. അങ്ങനെ പറയല്ലേ, എന്താ കരച്ചിൽ വരും. പോട്ടെടാ, നീ ഒറിജിനൽ. സംസാരിക്കാം, നമുക്ക് വേറെ സംസാരിക്കാം. അനുവിനെ ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് വിളിച്ച് ഞാൻ പോവും? ബിഗ് ബോസിന്ന് വിളിച്ചു കഴിഞ്ഞാൽ പറ്റുമോ അനുവിന്? നമുക്ക് പറ്റാത്ത എന്താ ഉള്ളേ? അങ്ങനല്ല, ഇത്രയും തൊട്ടാവാടിയാണ്. അത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇപ്പം നമ്മളായിട്ട് നിക്കുക എന്നുള്ളതാണ് ഏറ്റവും. അഭിനയിച്ച് നിൽക്കുക, എത്ര അഭിനയിച്ച് നിന്നാലും നമ്മൾ തനി സ്വഭാവം അറിയാൻ പറ്റും. അതുകൊണ്ട് അഭിനയിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ദേഷ്യപ്പെടേണ്ട അടുത്ത് ദേഷ്യപ്പെടും, കരയേണ്ട അടുത്ത് കരയും, നമ്മൾ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കും, അത്രേ ഉള്ളൂ. ചിരിക്കേണ്ട അടുത്ത് ചിരിക്കും, കൊഞ്ചിക്കേണ്ട അടുത്ത് കൊഞ്ചിക്കും, അത്രയൊക്കെ ഉള്ളൂ. എന്താ ഞാനൊരു കാര്യം പറയട്ടെ, വിശ്വസിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്റെ അടുത്ത് ഇന്നലെ രാത്രിക്കാണ് പറയണത് ഇന്ന് അനുവിന്റെ ഇന്റർവ്യൂ ഉണ്ടെന്ന് ഇവിടെ. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടത് എന്താണെന്നറിയോ? അനു ഇങ്ങനെ ബിഗ് ബോസില് ട്രോഫി ഒക്കെ പിടിച്ച് പോകുന്നതിന് മുന്നേ. ട്രോഫിയോ? എന്താ പോകുന്നതിന് മുമ്പേന്നോ? അങ്ങനെയല്ല, എന്നോട് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മള് ഇപ്പൊ കൊറേ ആൾക്കാരുടെ ഇതൊക്കെ പറയണ്ട, അതൊന്നും പറയണ്ട, വേണ്ട. ആണോ അങ്ങനെ വിചാരിച്ചു? ഞാൻ പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് അങ്ങനെയല്ല. ട്രോഫി കിട്ടുള്ളൂ, ചെന്നൊട്ടാം അനു ട്രോഫി തരുന്നുണ്ടോ? അല്ല, ഞാൻ സ്വപ്നം കണ്ടതാ. അനുവിന് ഇങ്ങനെ അനു വിജയിച്ചു ഈ പ്രാവശ്യത്തെ ഇതില്. അനു വിന്നർ എന്നും പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് ലാലേട്ടൻ അനുവിന്റെ കൈ, അനുവാണ് ഈ പ്രാവശ്യത്തെ സീസൺ 7 7ന്റെ പണിയിൽ നിന്ന് വിജയിച്ചതെന്ന് ഇങ്ങനെ പറയുന്നത്. ഞാൻ അതാണ് കണ്ടത്. അങ്ങനെ ഞാൻ വിൻ ചെയ്യണമെങ്കിൽ അന്ന് വിൻ ചെയ്ത് ഞാൻ എവിടെയാണോ ഷൂട്ട് എന്നൊക്കെ അറിയില്ല, അവിടുന്ന് ഞാൻ കൊച്ചിയിൽ വന്നിട്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വരും. സത്യം? ആ ട്രോഫിയും കൊണ്ട്. വാക്ക് ഉറപ്പാണ്. ഇന്റർവ്യൂ തരും. വെളുപ്പിനെ കാണുന്ന സ്വപ്നം ഫലിക്കും എന്നാണ്. ഞാൻ ഇത് കണ്ടത് വെളുപ്പിനെയാണ്. നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നീ പോവല്ലോ എന്ന് പോലും പറഞ്ഞിട്ടില്ല, അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. എന്തായാലും വിളിക്കണമെങ്കിൽ പോകും, ഫ്രീ ആണല്ലോ ആണല്ലോ, അപ്പൊ പോവും അല്ലേ? അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നീ കപ്പും കൊണ്ടുവരും. അതെനിക്ക് ഞാൻ ശ്രമിക്കും. എല്ലാവരും കപ്പും കൊണ്ട് വരാനാണ് ശ്രമിക്കുന്നത്. ഇനി കപ്പ് കിട്ടിയില്ലെങ്കിൽ ആ ബാത്റൂമിൽ കിടക്കുന്ന കപ്പാണെങ്കിൽ ഞാൻ കൊടുത്തുകൊണ്ട് വരും. ബാത്റൂമിലൊക്കെ ലാലേട്ടൻ തരുന്ന ഗിഫ്റ്റും കൊണ്ട് നേരെ ഏറ്റവും വലിയ ആഗ്രഹം ലാലേട്ടൻ, എനിക്ക് ഏറ്റവും വലിയ എന്താഗ്രഹം, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ലാലേട്ടന്റെ അടുത്ത് നിന്നിട്ട് ഈ കയ്യില് ഈ കയ്യിൽ ആരെങ്കിലും ആവട്ടെ നിന്നിട്ട് പെട്ടെന്ന് ലാലേട്ട ഈ കൈ ആയിരിക്കും പൊക്കണത്. അപ്പൊ ഞാൻ ചെറുതല്ലേ, ഈ കൈ പൊക്കുമ്പോ എനിക്ക് പേടി, പെട്ടെന്ന് ഈ കൈ പൊക്കാതെ എന്റെ തന്നെ പൊക്കണേന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ അനുവിന്റെ ഇപ്പത്തെ ഈ ഒരു സോഷ്യൽ മീഡിയ ഇതില് ഈ കയ്യിൽ അനുവിന്റെ കൈ ലിഫ്റ്റ്, ഇപ്പഴത്തെ കയ്യിൽ ആരാവണം? അനുവിന്റെ ഒരു ടൈറ്റ് ആയിട്ട് ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് സ്റ്റാർ മ്യൂസിക് കയറി വരും. അവിടെ ബിഗ് ബോസ് നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന കണ്ടന്റ് കൊടുക്കുന്ന ആള് തന്നെ ആയിരിക്കണം ഇവിടെ. എന്നാലും ആരൊക്കെ ഇപ്പത്തെ ഈ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് രേണു സുധി ഭയങ്കര തരംഗമായിട്ട് നിക്കില്ല ഇപ്പത്തെ സോഷ്യൽ മീഡിയയില്. രേണു ആണോ? ഒന്നും പറയാൻ പറ്റത്തില്ല. അത് നമ്മളിപ്പൊ കാണുന്ന ആൾക്കാരെ ആയിരിക്കില്ല അവിടെ ചെല്ലുമ്പോ. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഇപ്പൊ കാണുന്ന ആയിരിക്കത്തില്ല അവിടെ ചെല്ലുമ്പോ. ഞാനായിട്ട് നിക്കുള്ളൂ, പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോ നമ്മുടെ സ്വഭാവം മാറുന്നാണ് എല്ലാരും പറയുന്നത്. ആണോ? പിന്നെ അപ്പൊ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു നിമിഷം വരുന്ന പറയണേ. നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ വെളുപ്പങ്കാല കണ്ട സ്വപ്നം അത് ഫലിക്കും. അതില് തന്നെ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഞാൻ നോക്കി നിൽക്കും. ഞാനന്ന് ഷൂട്ടും ചെയ്യില്ല. ഞങ്ങളോട് അറിയുമല്ലോ, എയർപോർട്ടിൽ നിന്ന് നേരെ വന്ന വഴി തൃപ്പൂണിത്തുറയ്ക്ക് വന്നില്ലെങ്കിൽ അത് ശരിയാണല്ലോ, എന്തായാലും വിളിക്കും. ഈ കൈ ലിഫ്റ്റ് ചെയ്യുന്നത് അത് അനുക്കുട്ടിയുടെ തന്നെയായിരിക്കും. ഈ രണ്ടാമതുള്ളത് ആരുടെയാന്നേ ഉള്ളൂ ഇനി അറിയാനുള്ളത്. അത് നമുക്ക് കാത്തിരിക്കാം. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും. നമുക്ക് നോക്കാം അതാരാണെന്ന്. എന്തായാലും എന്റെ അനുക്കുട്ടിക്ക് എല്ലാവിധ പ്രാർത്ഥനകളും സ്നേഹങ്ങളും എല്ലാ ആശംസകളും ഒരുപാട് കേട്ടോ. അത് തന്നെ കൊടുക്കല്ലേട്ടാ. അയ്യോ, അപ്പൂസിന് ഇത് കൊടുക്കാനോ? അപ്പൂസ് അങ്ങ് നിന്ന് അപ്പൂസ ഇവിടെ വന്നിരിക്കുന്നോ? അപ്പൂസിനെ ഏരിയയിലേക്ക് പോലും കൊടുക്കണ്ട ഉമ്മയും കാര്യങ്ങളൊന്നും.